അനുവാദമില്ലാതെ അവധിയെടുത്തതിന് മഹേഷിനെ കുറ്റപ്പെടുത്തുന്ന നന്ദന. തന്റെ കണക്കുകൂട്ടലുകൾ പൊളിഞ്ഞതായി മഹേഷ് കാർത്തികയെ അറിയിക്കുന്നു. അവിടെ എത്തുന്ന നന്ദന മഹേഷ് സംസാരിച്ചത് കാർത്തികയോടാണെന്ന് മനസ്സിലാക്കുന്നു. സുപ്രിയയുടെ വീട്ടിൽ നമ്മൾ ചെന്നത് ഒരു നിമിത്തമാണെന്ന് അച്ഛനും അമ്മയും ഹരിയോട്. രവികുമാറും ജലജയും ഹരിപ്രസാദിന്റെ വീട്ടിലെത്തുന്നു. ഞങ്ങളുടെ മകൾ സുപ്രിയയെ ഹരിപ്രസാദിന് ആലോചിക്കട്ടെ എന്ന രവികുമാറിന്റെയും ജലജയുടെയും വാക്കിൽ ഹരിയുടെ അച്ഛനും അമ്മയ്ക്കും സന്തോഷം. രവികുമാറും ജലജയും പറഞ്ഞ വിവരങ്ങൾ ഹരിയോട് പറയുന്ന അച്ഛനും അമ്മയും. ഇനി തുടർന്ന് കാണുക. പറഞ്ഞ് ആ കുട്ടിയെ സൗഭാഗ്യമോ പുണ്യമോ ഒക്കെ ആയി മാറ്റിക്കളയോ? ഈ കല്യാണം നടന്ന അങ്ങനെ കരുതാനും എനിക്ക് മടിയില്ല. കല്യാണം നടന്നെങ്കിലല്ലേ? ഇതും നടക്കരുതെന്നാ നിന്റെ ആഗ്രഹം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അശോകേട്ടാ, കൂടുതൽ ചർച്ചയും കൃത്യയൊന്നും വേണ്ട. രവികുമാറിനെ വിളിച്ചോ സോറി എന്ന് പറഞ്ഞേക്കാം. പിന്നെ മേലാൽ ചെമ്പരിക്കൽ വീട്ടിൽ കല്യാണത്തെ പറ്റി ഒരക്ഷരം ആരും മിണ്ടാൻ പാടില്ല. എടീ, ആ ഫോൺ ഇങ്ങെടുത്തേ. വേണ്ടമ്മേ, ഫോൺ എടുത്ത് കൊടുക്കണ്ട. ഞാൻ കാരണം അച്ഛനാരോട് സോറി പറയണ്ട. ഓ, അങ്ങനെയുള്ള സൗജന്യമൊന്നും മക്കൾ എന്നോട് കാണിക്കണ്ട. എടി, നിന്നോട് ഫോൺ എടുക്കാനല്ലേ പറഞ്ഞത്? അച്ഛന് സുപ്രിയയുടെ ഫാദറിനെ വിളിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ വിളിച്ചോളൂ. പക്ഷേ അത് സോറി പറയാൻ വേണ്ടി ആവണ്ട, മറിച്ച് കല്യാണത്തിന് എഗ്രി ചെയ്യുന്നെന്ന് അറിയിക്കാൻ വേണ്ടി ആവാം. ഹരി, എനിക്ക് സമ്മതമാണ്. ഞങ്ങൾക്കിത് വിശ്വസിക്കാവടാ മോനെ. ജോക്ക് പറഞ്ഞ അല്ല മാവ. നാളെ വേണമെങ്കിലും ഞാൻ റെഡിയാണ്. ഇനിയെല്ലാം അച്ഛനമ്മയും കൂടെ തീരുമാനിച്ചോളൂ. പക്ഷെ ഒരു ചെറിയ കണ്ടീഷൻ ഉണ്ട്. സുപ്രിയയോട് പേഴ്സണലായിട്ട് എനിക്കൊന്ന് സംസാരിക്കണം. എന്തിനാണെന്നറിയാലോ? മുമ്പ് പറഞ്ഞ വിഷയം തന്നെ. എന്നെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും എനിക്ക് ആ കുട്ടിയോട് ഷെയർ ചെയ്യണം. മുടങ്ങിയ കല്യാണത്തിൻ്റെയും നടക്കാതെ പോയ ആലോചനകളുടെയും കഥകൾ സുപ്രിയയെ അറിയിക്കണം. ഹരി, അത് മസ്റ്റാണമ്മേ. അങ്ങനെയാണെങ്കിൽ നമുക്കിത് പ്രൊസീഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മാത്രം. എങ്ങനെയുണ്ട്? സമ്മതിക്കില്ല, ഒന്നിനും സമ്മതിക്കില്ല അവൻ. അങ്ങനെ അല്ല പ്രഭാകര, അവന്റെ ഡിമാൻഡ് അനുവദിച്ചു കൊടുക്കണം. എന്നിട്ട് ആ കുട്ടി അത് ഉൾക്കൊള്ളണമെന്നുണ്ടോ? ആ, അത് പിന്നത്തെ കാര്യം. നമ്മളിപ്പോ ഹരി പറഞ്ഞതിന് യേശു മൂളുന്നു. എന്റെ അഭിപ്രായം അത് തന്നെയാ. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ചേട്ടൻ ധൈര്യമായിട്ടിരിക്കെ, നമ്മൾ ഈ കല്യാണം നടത്തും. അങ്ങനെ രണ്ടാമതും പെണ്ണ് കാണൽ നടന്നു. ഇതൊരു പെണ്ണ് കാണലായിട്ട് കൂട്ടണ്ട. നിങ്ങൾ വീണ്ടും ഇവിടെ വരെ ഒന്ന് വന്നു, എല്ലാവരും ഒന്ന് കണ്ടു, അത്രമാത്രം. അല്ലെങ്കിലും പണ്ടത്തെ ചടങ്ങുകളൊക്കെ മാറി വരികയല്ലേ. കടലിനടിയിൽ വെച്ച ഇപ്പൊ നിശ്ചയവും കല്യാണവും ഒക്കെ നടത്തി വരുന്നത്. കോവളത്ത് ഇങ്ങനെ ഒരു പരിപാടി നടന്നതായി ഈയിടെ പത്രത്തിൽ കണ്ടു. കടലിനടിയിൽ വെച്ച് മോതിരം മാറ്റം. കല്യാണം നടന്ന് കുറച്ചു നാൾ കഴിയുമ്പം ചിലരെ കടലിൽ ചാടുന്ന പതിവുണ്ട്. ചാകാനാ. അല്ല, ദുബൈയിൽ സാറിന് എന്തായിരുന്നു ജോലി? ഇന്റീരിയർ ഡിസൈനിങ്. പിന്നെ ഒരു സ്റ്റുഡിയോയും ഉണ്ട്. ഫോട്ടോഗ്രാഫി എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. കൂടാതെ ജ്യോതിഷം, പ്രവചനം, ചുരുക്കത്തിൽ ഇല്ലാത്ത പരിപാടി വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. അല്ല മാഡം, ഞാനിവിടെ ഒരു ഡാൻസ് സ്കൂൾ നടത്തിയിരുന്നു. ഓഹോ, നർത്തകിയാണോ? ഞാൻ രേണുകയോട് പറഞ്ഞു സുപ്രിയയുടെ അമ്മയെ കണ്ടിട്ട് ഒരു കലാകാരിയുടെ ലക്ഷണം ഉണ്ടെന്ന്. മോളും ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്, പക്ഷെ അവളുടെ ലോകം കമ്പ്യൂട്ടറാ. പെയിന്റിങ്ങിൽ താല്പര്യമുണ്ട്, ഇപ്പൊ വരെ കുറവാ. ഇവിടെ ഇരിക്കുന്ന ഒരുത്തൻ സ്കൂളിലെ നമ്പർ 1 പാട്ടുകാരനാ. ഇവൻ അങ്ങോട്ട് ഹരിരവ മുരളിയും പാടിയാല് പള്ളിക്കുടം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുമായിരുന്നു. എന്ത് വെച്ച് ഇവിടെ പാടുവൊന്നും വേണ്ടാവേ. ആള് വല്ലാത്ത ഒതുക്കക്കാരനാ.
ഒന്ന് മാറ്റിയെടുക്കണേ മോളെ സുപ്രിയേ. അല്ല, അപ്പൊ നമുക്ക് തുടർന്നുള്ള കാര്യങ്ങൾ ആലോചിക്കണ്ടേ? ആ, തീർച്ചയായിട്ടും വേണം. നേരത്തെ പറഞ്ഞല്ലോ, എനിക്കും രേണുകയ്ക്കും മക്കളായിട്ട് വേറെ ആണുമില്ല പെണ്ണുമില്ല. ഈശ്വരാധീനം കൊണ്ട് ഒന്നിനും ഒരു കുറവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ കാര്യം പറഞ്ഞ ഈ വീടും സ്ഥലവും കൂടി 75 സെന്റ് ഉണ്ട്. അതുകൂടാതെ രവികുമാർ സാറേ, സാമ്പത്തിക കണക്ക് ദയവ് ചെയ്ത് പറയരുതേ. ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. മോൾക്ക് എന്ത് കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. ഇനിയൊന്നും കൊടുക്കുന്നില്ലേ? വേണ്ട. പിന്നെ ശ്രീധനം എന്ന ഒരു വാക്ക് ഞങ്ങൾ പിണ്ടുന്ന പ്രശ്നമേ ഇല്ല. ഡവറിയൊന്നും പറയത്തില്ല. പിന്നെ പുതിയ മോഡലിലുള്ള വല്ല കാറോ മറ്റോ അച്ഛേട്ടാ, അല്ല, കാറോ മറ്റോ തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതും വേണ്ടെന്ന് പറയുകയായിരുന്നു ഞാൻ. പൊന്നോ പണോ അല്ല, പൊന്നും കടം പോലൊരു മോളെയാ ഞങ്ങൾക്ക് വേണ്ടിയത്. അതിവിടെ നിൽക്കല്ലേ. ഒരു കാര്യം ഗ്യാരണ്ടി തരാം, ഇവിടുത്തെ ഈ പൊന്നും കുടത്തിനെ തങ്കക്കുടം പോലെ നോക്കും എന്റെ പെങ്ങള് രേണുക. നമ്മൾ മാത്രം സംസാരിക്കുന്നു, ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലതും പറയാനുണ്ടാവില്ല. ഓ, പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനില്ലെന്നേ. ഉണ്ടോടാ ഹരി? ഉണ്ട്. എനിക്ക് തനിച്ച് സംസാരിക്കാനുണ്ട്. അതിപ്പോ പ്രശ്നമുള്ള കാര്യമാണോ? അകത്തേക്ക് ചെല്ലു ഹരി. ഹായ്. ഹലോ. ഇരിക്കാം. വേണ്ട, താങ്ക്സ്. സുപ്രിയ പഠിച്ചതൊക്കെ വെളിയിലാണോ? മാറി മാറിയാണെന്ന് പറയാം. 6th സ്റ്റാൻഡേർഡ് വരെ ഇവിടെ, അത് കഴിഞ്ഞ് 12th വരെ ദുബൈയിൽ, പിന്നെ ഇവിടെ. അങ്ങനെ അങ്ങനെ. ഞാൻ നാട് വിട്ട് പുറത്തേക്ക് പോയിട്ടില്ലെന്നുള്ളതാണ് സത്യം. അതൊരു കുറവല്ല. എന്താ ചേച്ചി? ഒന്നുമില്ല, കുറെ നേരമായിട്ട് ഇരുന്നതല്ലേ. എനിക്ക് സുപ്രിയെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. നമ്മൾ സംസാരിക്കുന്നത് ആദ്യമായിട്ടാവുമ്പോ ഇറ്റ്സ് നാച്ചുറൽ. പക്ഷെ എനിക്ക് സംസാരിക്കാനുള്ളത് എന്നെക്കുറിച്ചാണ്. ഞങ്ങളുടെ നാട്ടില് എനിക്ക് പണ്ട് മുതലേ അറിയാവുന്നൊരു വീടുണ്ട്, പനക്കലെന്ന് പറയും. അവിടുത്തെ എക്സ്ക്യൂസ് മീ, ഓഫീസിൽ നെയ്യ. ഹലോ. ആ സർ, എന്താ? അല്ലല്ല, തിരക്കിലല്ല. ആ, ഒരു മിനിറ്റ്. സർ, കേൾക്കാം. ആ ഫയല് കഴിഞ്ഞ മാസം പോയിട്ടുണ്ട്. ആ, പക്ഷേ സെക്ഷനിൽ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഞാൻ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ, ശരി ശരി സർ. മോളെ,
ഹരി എന്തൊക്കെയാ മോളെ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും ഫോൺ വന്നു. ആളൊരുപാട് റിസർവ്ഡ് ആണെന്ന് തോന്നുന്നു. ആ അതെ, അവനെ ഒന്ന് മാറ്റിയെടുക്കേണ്ട ജോലി സുപ്രിയ ഏറ്റെടുക്കണം. ഞങ്ങളെ വിട്ട് അധികം മാറി താമസിച്ചിട്ടില്ല ഹരി. ഇപ്പൊ ജോലി തൃശ്ശൂരായതിൽ പിന്നെയാ അകന്നു കഴിയുന്നത്. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സാറേ, ഞാൻ നാട്ടിൽ അത്യാവശ്യമായിട്ടൊന്നും വന്നതാ. ഞാൻ അന്വേഷിക്കാം സാർ, ഞാൻ വിളിക്കാം. ശരി സാർ, ശരി, ഓക്കെ. അധികം സംസാരിച്ചില്ല എന്ന് കരുതി സ്നേഹക്കുറവൊന്നുമില്ല. അച്ഛനെയും അമ്മേനെയും വലിയ കാര്യാ. ഞാനൊരു ജലദോഷം പിടിച്ചു കിടന്ന അവധിയെടുത്ത് ഓടി വരും. സ്നേഹം മുഴുവൻ മനസ്സിലാ. ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും ഹരിപ്രസാദില മോളെ. അനാവശ്യമായൊരു കൂട്ടുകൂടലോ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. അക്കാര്യത്തെ പേടിക്കണ്ട. ഞാനെന്താ സംസാരിച്ചതെന്ന് അവൻ ചോദിച്ചാ എല്ലാം പറഞ്ഞെന്നേ മോള് പറയാവുള്ളൂ കേട്ടോ. അമ്മേ, ആ അതിനിടയ്ക്ക് ഫോൺ വന്നോ? അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ സുപ്രിയയോട് സംസാരിക്കായിരുന്നു. നീ ഇങ്ങ് വന്നേ. എന്താ അമ്മേ? ഞാൻ എല്ലാ വിവരങ്ങളും ആ കുട്ടിയോട് പറഞ്ഞു. എല്ലാ വിവരങ്ങളും വെച്ചാ? എല്ലാം. നന്ദനയുടെയും ശ്രുതിയുടെയും കാര്യങ്ങൾ ഉൾപ്പെടെ ഒന്നും ഒളിക്കാൻ പോയില്ല. വെറുതെ പേടിച്ചു. എല്ലാം കേട്ടിട്ട് സുപ്രിയ ഒരു ചിരി. അതൊന്നും വലിയ കാര്യമല്ലെന്ന മട്ടി. ശരിക്കും? അതേന്ന്. നല്ല വിവരമുള്ള കുട്ടിയാ. വെളിയിലൊക്കെ പഠിച്ചതല്ലേ, അതിന്റെ ഗുണവും ഉണ്ട്. എന്നാലും ഞാനൊന്നും സംസാരിച്ചില്ല. അശോ, ഞാൻ സംസാരിച്ചില്ലേ? അതിനു പുറമെ നീ ഇനി എന്തു പറയാനാ? എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ സംസാരിച്ചു. ഇനി നീ കൂടി ചെന്ന് പറഞ്ഞാ എന്റെ വാക്കുകൾക്ക് വിലയില്ലതാവില്ലേ? സുപ്രിയ എന്നെ പറ്റി എന്ത് വിചാരിക്കും? നീ വാ, വന്നേ. എന്തായി രേണുകേ? അവരെന്തൊക്കെയാ പറഞ്ഞെന്ന് എനിക്കറിയില്ല. എന്തായാലും മോളോട് ഞാൻ സംസാരിച്ചു. സന്തോഷമായി സുപ്രിയയ്ക്ക്. നടക്ക്. പുറത്തോട്ടിറങ്ങിയപ്പോ എന്തോ ഒരു സുഖം, എന്തോ ഒരു ചൂടാകത്ത്. അല്ല, അപ്പൊ പോവാൻ തീരുമാനിച്ചോ? ഇനിയും വരേണ്ടതല്ലേ? ഇറങ്ങാം. ജലജെ, ഇനിയും വരാൻ കേട്ടോ. വരണം, തീർച്ചയായിട്ടും. അപ്പൊ ശരി, നമസ്കാരം. ഹലോ മോളെ. അമ്മ എവിടുന്നാ? നാട്ടിലെത്തിയോ? ഇല്ല, ഞാൻ ഉടനെ തന്നെ നാട്ടിലേക്ക് വരുന്നുണ്ട്. എപ്പ വിളിക്കുമ്പോഴേ ഇത് തന്നെ പറയും. എത്ര നാളായി കണ്ടിട്ട്? അശ്വിന്റെ ആദ്യത്തിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞോ? ഇല്ല, ഈ ആഴ്ച കൊണ്ട് ചിലപ്പോ തീരും.
അവിടുത്തെ വിശേഷം എന്താ? ഇവിടെ എന്താ എല്ലാം പതിവ് പോലെ. അമ്മേ, ആ പിന്നെ ഒരു വിശേഷമുണ്ട്. പുതിയ വിശേഷം എന്താ? ഈയിടെ ഉദയന്നൂരിന്ന് പ്രതിഭമായും അമ്മാവനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവരമ്മയെ വിളിച്ചോ? ഏയ് ഇല്ല. എനിക്ക് തോന്നി ഉദയന്നൂരെ മുത്തശ്ശിയുടെ പേരിലൊരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ പോവാത്രേ. ഉദയന്നൂര് ആദ്യത്തെ കമ്മിറ്റി കൂടിയിട്ടാ ഇങ്ങോട്ട് വന്നത്. അവിടെ അമ്മാവന്മാർക്കൊപ്പം അശ്വിന്റെ അച്ഛനും ഉണ്ടായിരുന്നു അത്രേ. പ്രതാപേട്ടനോ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്നെ ഇതാരും ഒന്നും അറിയിച്ചൂല്ല. വിവരങ്ങൾ നേരിട്ട് കാണുമ്പോ പറയാം. അമ്മ ഈ മാസം വരുമോ? നോക്കട്ടെ മോളെ. ആ ഉദയൻ എവിടെ? ഇവിടെയുണ്ട്, ഞാൻ കൊടുക്കാം. ദാ. പ്രത്യേകിച്ച് സംസാരിക്കാനാ. എന്തേലും പറ. ഹലോ. ഉദയ, വിദ്യേച്ചിയുടെ കാര്യം മിക്കവാറോട് പറയാറുണ്ട്. നന്ദനയ്ക്കോട് സുഖാണല്ലോ അല്ലേ? എന്ന് തോന്നുന്നു. നിങ്ങളുടെ മാറ്റത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനാ. നന്ദിയുണ്ട് കേട്ടോ. ആ വാക്ക് ഞാൻ അങ്ങോട്ട് പറയണ്ട. ഉദയൻ എന്നോട് നന്ദി പറയോ? ഏയ് വേണ്ട. പിന്നെന്താ, വരുമ്പോ കാണാം വിദ്യേച്ചി. ശരി. നന്ദനയ്ക്ക് കൊടുക്കാം. എന്നാ ശരി അമ്മ. ശരി മോളെ. അതെ, ചേച്ചിന്ന് വിളിച്ചത് ആരെയാ? വിദ്യേച്ചിയെ. ഈ വിദ്യേച്ചി എന്ന് പറയുന്നത് ആരാ? തന്റെ അമ്മ. ശരി, അപ്പൊ ഞാനാരാ? ഭാര്യയുടെ അമ്മയെ ചേച്ചിന്ന് വിളിക്ക. ആരെങ്കിലും കേട്ടാ ചിരിക്കും. ആരും കേൾക്കാതിരുന്ന പോരെ. പണ്ടേ ശീലിച്ചു പോയതാ. അതിനി മാറ്റാൻ പ്രയാസ. എന്നാലും അമ്മായിയമ്മയെ ചേച്ചിന്ന് വിളിക്കുന്ന ലോകത്ത് ഒരേ ഒരാളായിരിക്കും. ആര്? ആക്ഷൻ കാണിക്കാതെ ആരാന്ന് പറ. ഭർത്താവിനെ ഇങ്ങനെ സംബോധന ചെയ്യുന്ന ലോകത്തിൽ ഒരേ ഒരാളാ എന്റെ മുന്നിൽ നിൽക്കുന്നത്. എന്താ വിളിക്കണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എന്ത് വിളിച്ചു കേൾക്കുന്ന ഇഷ്ടം? ആർക്ക്? തന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത്, എപ്പോഴാണോ തോന്നുന്നത്, അപ്പൊ നാവ് തോന്നുന്നു വിളിച്ചോളൂ. അത് മതി. അല്ല, ആരാ ഇത്? മിസ്സിസ് ലൈല മനീഷ്. ഹൗ ഡു യു ഡു? താങ്ക് യു. ഇരുന്നൂലോ. എവിടെ ഹസ്ബൻഡ്? പുറത്തു പോയിരിക്കോ? അതെയോ? പുറത്തു പോയ ആള് അകത്താകാതെ സൂക്ഷിക്കണം. ഞാന് ചില വൃത്താന്തങ്ങൾ അറിഞ്ഞു. എന്താ മോളു, ഇങ്ങനെയാണോ ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിൽ മുന്നേറുന്നത്? ഞാൻ എന്ത് ചെയ്യാനാ സാറേ? മനീഷേട്ടന് തൃശ്ശൂർ ഒരു ജോലി കൊടുക്കാന്ന് പറഞ്ഞില്ലായിരുന്നോ? അതിന്റെ കാര്യം ഒന്ന് ശരിയാക്കാമോ? ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു എന്നുള്ളത് നേരാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഒന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. പോലീസ് അന്വേഷിക്കുന്ന ഒരാളെ നമുക്ക് ഉത്തരവാദിത്തമുള്ളൊരു സ്ഥലത്ത് കയറ്റിയിരുത്താൻ പറ്റുമോ? ചോദ്യം ഉണ്ടാവില്ലേ? അന്വേഷണം ഉണ്ടാവില്ലേ? നടപടി ഉണ്ടാവില്ലേ മോളു? സാറേ, അത് എന്ന് കരുതി മോള് പ്രതീക്ഷ കൈവിടണ്ട. കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യൂ. മോളെ നോക്കിയേ, ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. മനീഷ് തൽസ്ഥിതി തുടരുകയാണെങ്കിലും മോളുവിന്റെ ഭാവി വളരെ സുരക്ഷിതമായിരിക്കും. മാമനെ മോൾക്ക് ഒരു പണി തന്നിരിക്കും. ഈ ലൈലയ്ക്ക്. ഗോഡ് പ്രോമിസ്.
സുമിത്ര എവിടെയെന്ന് ഞാൻ ചോദിക്കാൻ പോവുകയായിരുന്നു. ദാ പ്രത്യക്ഷപ്പെട്ടു മുമ്പിൽ. ഞങ്ങളെ മനീഷിന്റെ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു. അതെത്ര ചർച്ച ചെയ്യാൻ എന്തിരിക്കുന്നു? ഇതാ ഇപ്പൊ നന്നായത്. ഇരുട്ട് കൊണ്ട് ഓട്ടയടക്കുക, ഇരുട്ടിൽ തപ്പുക, കണ്ണടച്ചിരുട്ടാക്കുക മുതലായ കാര്യങ്ങൾ പ്ലീസ് ചെയ്യരുത് സുമിത്രേ. അതും ഈ പ്രതാപവർമ്മയുടെ മുമ്പില്. ഇപ്പോഴേ തപ്പാനിരുട്ടെങ്കിലും ഉണ്ട്. മനീഷ് ഇങ്ങനെ പോയാലേ നാളെ അതും ഉണ്ടാവില്ല. ഏത് തപ്പാനുള്ള ഇരുട്ട്. എന്താടി വായും പൊളിച്ച് നിൽക്കുന്നത്? അടുക്കളയിലോട്ട് ചെല്ലേ. കുടിക്കാനുള്ള വെള്ളം അടുപ്പത്തുണ്ട്. തിളച്ചെങ്കിൽ തീ അണച്ചേക്ക്. തൽക്കാലം ആ വെള്ളം വാങ്ങി വെക്കണമെന്നില്ല. ചുമ്മാ അടുപ്പത്തിരുന്നോട്ടേന്നേ. അല്ല സുമിത്ര സിസ്റ്ററെ, നന്ദന പിന്നീട് ഈ വഴിക്ക് വന്നിട്ടുണ്ടോ? എപ്പോഴും ഇങ്ങോട്ട് വലിഞ്ഞേറി വരുന്ന എന്തിനാ? സുമിത്ര സിസ്റ്റർ പറഞ്ഞത് വളരെ കറക്റ്റാ. അവർക്കവിടെ പലവിധ തിരക്കുകളും ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരില്ല. സുമിത്രയ്ക്ക് വേണമെങ്കിൽ നന്ദനെ കാണാൻ അവിടം വരെ ഒന്ന് പോകാം. മോളെയും മരുമകനെയും കാണാലോ. കൂട്ടത്തിൽ എന്റെ കോലത്തൊന്ന് വരാം. വിദ്യാഭാരതി അവിടെ ഇല്ല. അതുകൊണ്ട് എന്താ? ഒന്നുമില്ല, ഒന്നും ഉണ്ടാവുകയും വേണ്ട. ഉദയനെ കുറിച്ച് സുമിത്രയ്ക്ക് എന്താ അഭിപ്രായം? പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അതുപോരാ, മരുമകന അഭിപ്രായം ഉണ്ടാകണം. അതിനുള്ള പരിചയമൊന്നും ഇല്ലല്ലോ. എന്നാലും നല്ലയാളാന്നാ തോന്നേ. കറക്റ്റ്. നല്ലതെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വളരെ നല്ലയാളാണ് ഉദയൻ. അതുകൊണ്ടാണല്ലോ പനക്കൽ വീട് സുമിത്രയ്ക്ക് വീണ്ടും നേടിത്തന്നത്. നന്ദനല്ലേ ചെയ്തത്? ശരിക്കു പറഞ്ഞാൽ അതാണ് മിസ് അണ്ടർസ്റ്റാൻഡിങ്. നന്ദനെ വെറുതെ ഒത്താശ ചെയ്തതേ ഉള്ളൂ. കാര്യങ്ങളെല്ലാം നടത്തിയതേ ഉദയന, എന്റെ അനിയൻ. സുമിത്രയ്ക്ക് വേണ്ടി പണം മുടക്കിയതും രജിസ്റ്റർ ഓഫീസിൽ പോയതും അയാളാണ് ഉദയൻ.